സ്നേഹം അനുകമ്പയും മാത്രം മതിയോ? പൈസക്ക് പകരം നമുക്ക് വെക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. പൈസക്ക് പകരം നമുക്ക് പൈസ തന്നെ വേണ്ടേ? നമുക്ക് അങ്ങാടിയിൽ പോയി എന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് അവിടെ കൊണ്ടുപോയി സ്നേഹം കൊടുക്കാൻ പറ്റില്ലല്ലോ. അവിടെ പൈസ പൈസ തന്നെ കൊടുക്കണം. ഓക്കെ. നിങ്ങൾക്ക് പൈസയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റ് ചെയ്യൂ. വാട്ട് യു തിങ്ക് അബൌട്ട്. നിങ്ങൾ പൈസയെ കുറിച്ച് ആദ്യം ആലോചിക്കുമ്പോൾ, പൈസ എന്ന് ഞാൻ നിങ്ങളുടെ ചെവിയിലേക്ക് അത് എത്തുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന പിക്ചർ, നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത അതെന്താണ് എന്ന് കമന്റ് ചെയ്യൂ. പണം വേണം. ഓക്കെ, പണം വേണം. നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് തന്നെ ഒരു ഇൻസൈറ്റ് കിട്ടും. ഓക്കെ. പൈസ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ്? എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പൈസയില്ല. പൈസക്കാരെ കുറിച്ചുള്ള ചിന്തയാണോ? അതേപോലെ തന്നെ ഒരുപാട് നോട്ട് കെട്ടിനെ കുറിച്ചുള്ള ചിന്തയാണോ? നിങ്ങളുടെ മനസ്സിൽ ആദ്യം വരുന്ന ചിന്ത എന്താണ് പൈസ എന്ന് പറയുമ്പോൾ? ജസ്റ്റ് കമന്റ് ഔട്ട്. ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും പൈസയെ കുറിച്ചുള്ള ചിന്ത. ചിലർക്ക് പൈസ എന്ന് പറയുമ്പം അതിനെക്കുറിച്ചുള്ള ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് ഫീലിങ്സ് ആയിരിക്കും. ഒരുപാട് പൈസ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, പോസിറ്റീവായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ, നമുക്ക് സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ. ചിലർക്ക് അതായിരിക്കില്ല മനസ്സിൽ വരുന്നത്. നമ്മുടെ കയ്യിൽ ആവശ്യത്തിന് പൈസ ഇല്ല, വേറെ കുറെ ആളുകളുടെ അടുത്താണ് പൈസ. പൈസ കൊണ്ട് സംഭവിച്ച ഒരുപാട് പ്രശ്നങ്ങള്, നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ പൈസ, അല്ലെ? നമുക്കൊക്കെ സാമ്പത്തികമായ ഇടപാടുകൾ വരുമ്പോൾ ചിലപ്പോൾ നഷ്ടങ്ങൾ ലാഭങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ് നിങ്ങളുടെ മനസ്സിൽ എന്താണ് വരുന്നത് എന്ന് പറയാം. പണം ആവശ്യത്തിന് മതി. ഓക്കെ, നമ്മുടെ ആവശ്യങ്ങൾ നടക്കണം. ഓക്കെ. ബാക്കിയുള്ളവരും കമന്റ് ചെയ്യൂ. ജോയിൻ ചെയ്ത പരമാവധി എല്ലാവരും കമന്റ് ചെയ്യൂ. നിങ്ങൾക്ക് പൈസയെ കുറിച്ചുള്ള നിങ്ങളുടെ ബോധ്യം എന്താണ്? നിങ്ങളുടെ ചിന്ത എന്താണ്? നിങ്ങളുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ടോ? നിങ്ങളുടെ ചിന്ത എന്താണ് എന്ന് നിങ്ങൾ തന്നെ ഒന്ന് നോക്കുക. സെൽഫ് ഒബ്സർവേഷൻ എന്ന് പറയും. നമ്മൾ തന്നെ നമ്മളിലേക്ക് നോക്കുക. പൈസയെ കുറിച്ചുള്ള എൻ്റെ ചിന്തകൾ എന്തൊക്കെയാണ്? ഒക്കെ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ചെറുപ്പകാലം മുതൽ നമ്മൾ കേട്ട് വളർന്ന് ഇങ്ങോട്ടെത്തിയ ഒരുപാട് ചിന്തകൾ ഉണ്ടാവും നമ്മുടെ മനസ്സിൽ. ഓക്കെ. കമന്റ്സ്. അത് കമന്റ്സ് വരുന്നില്ലല്ലോ. ഇതില് പൈസയെ കുറിച്ച് നമ്മൾ പറയുമ്പോ ഓക്കെ, ചാരിറ്റി ചെയ്യാൻ ക്യാഷ് വേണം. വളരെ നല്ല കാര്യം. ഓക്കെ. ബാക്കിയുള്ളവരും കമന്റ് ചെയ്യൂ. ഇതിലെ പൈസയുടെ കാര്യത്തില് നമുക്ക് എത്രത്തോളം ക്ലാരിറ്റി വരുന്നോ? എൻ്റെ ആദ്യം ഫസ്റ്റ് നമ്മുടെ ചിന്തകൾ എന്തൊക്കെയാണ്, നമ്മൾ എന്തൊക്കെ ചിന്തകളാണ് നമ്മുടെ മനസ്സിലുള്ളത് നമ്മൾ നോക്കണം. നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി വരണം. എങ്കിലേ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പൈസ നേടിയെടുക്കാനും, ആ പൈസ എന്ന് പറഞ്ഞാല് ശരിക്കും ഒരു എനർജിയാണ്, അല്ലെ? നമ്മുടെ അധ്വാനം, നമ്മുടെ സമയം, അതേപോലെയുള്ള ഒരു എനർജിയാണ് പൈസയും. അത് നമുക്ക് നേടിയെടുക്കാനുള്ള മാർഗങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്കതിനുള്ള അവസരങ്ങളില്ല, എനിക്കതിനുള്ള മാർഗങ്ങളില്ല, എൻ്റെ കയ്യിൽ ചിലർ പറയും പൈസ എറിഞ്ഞാണ്ടേ പൈസ വാരാൻ പറ്റുള്ളൂ എന്നുള്ളത്. അങ്ങനെ നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ നിങ്ങൾ കണക്കെടുത്ത് നോക്കണം. ലോകത്ത് എത്ര ആളുകള് പൈസ ഇല്ലാതെ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത്. ഓക്കെ. അതും നിങ്ങൾക്ക് ഒരുപാട് ലിസ്റ്റ് കിട്ടും. നിങ്ങളുടെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ടെങ്കിൽ മാത്രമല്ല നിങ്ങൾക്ക് പൈസ ഉണ്ടാക്കാൻ സാധിക്കുക. അങ്ങനത്തെ ഒരുപാട് ബിലീഫ് സിസ്റ്റംസ്, ഒരുപാട് ചിന്തകൾ നമ്മുടെ കയ്യിലുണ്ടാവും. നമ്മുടെ ചുറ്റും പൈസ ഉണ്ടാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ, സമ്പത്ത് അഭിവൃദ്ധി ഉണ്ടാക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. പലതും നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല, മനസ്സിലാക്കുന്നില്ല. അവസരങ്ങൾ വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അവിടെയാണ് പലപ്പോഴും പ്രശ്നങ്ങൾ വരുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കേണ്ട ഒരു ഗുണമാണ്, അല്ലെങ്കിൽ ഒരു വെർച്യു ആണ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ. നമ്മൾ ഉള്ളതിലുള്ള സംതൃപ്തി നമുക്ക് വേണം. അതിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കണം.
ചിലപ്പോ പലപ്പോഴും പറയും എന്റെ ജീവിതം എന്തിന്, ഞാൻ ഈ ഒരു വാടക വീട്ടിൽ നിരയിക്കുന്നു, നേരത്തിന് വാടക അടക്കം പോലും പൈസ കിട്ടുന്നില്ല. കേറി കിടക്കാൻ കൂരയില്ലാത്ത, അതുപോലും ഇല്ലാത്ത ഒരുപാട് ആളുകൾ ലോകത്തുണ്ട്. നമ്മൾ കിട്ടിയതിൽ ആദ്യം ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കണം. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും വളരെ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കാൻ ശേഷിയുള്ള വളരെ വലിയ ഒരു ഗുണമാണ്. നിങ്ങൾക്ക് എന്തുണ്ടോ അത് എന്നും രാവിലെ നിങ്ങൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. സ്വന്തമായിട്ട് വലിയ വീടുകൾ ഉണ്ടായിട്ടും ക്യാൻസർ സെന്ററുകളുടെ വരാന്തയിൽ കിടന്നുറങ്ങാൻ വിധിക്കപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് നമുക്ക് ചുറ്റും. ഇല്ലേ? ആം ഐ കറക്റ്റ്? അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഉള്ള ഒരു നാട്ടില് നമുക്ക് വാടക വീട്ടിലാണെങ്കിലും കയറി രാത്രി ഉറങ്ങാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അധിക ആളുകൾക്കും ഇല്ലാത്ത ഒരു ഗുണമാണ് ഈ ഗ്രേറ്റ്ഫുൾ എന്നുള്ളത്. നമ്മൾ നന്ദികേടാണ് അധിക സമയം പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് ആ സംഭവങ്ങളില്ല, എനിക്ക് ബാക്കിയുള്ളവരെ അപേക്ഷിച്ച് എനിക്ക് പൈസയില്ല, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് സംഭവങ്ങൾ വരുന്നില്ല, ചിലർക്ക് പൈസ ഉള്ള പൈസ ശരിയാക്കി ചെലവഴിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ പറയുന്നതിന് പകരം നമ്മൾ ഉള്ളത് എന്താണോ, നമ്മുടെ കയ്യിലുള്ള സമ്പത്തിന് നമ്മൾ നന്ദി പ്രകാശിപ്പിക്കാൻ തുടങ്ങണം. ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ പ്രകാശിപ്പിക്കാൻ തുടങ്ങണം. അത് നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നും വേണ്ട. നിങ്ങൾക്ക് ചിന്തിച്ച് എന്തൊക്കെയാണ് എനിക്കുള്ള ഗ്രാറ്റിറ്റ്യൂഡ്, എന്തിനൊക്കെ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, എന്തിനോടൊക്കെ ഞാൻ നന്ദി പ്രകാശിപ്പിക്കണം എന്നിങ്ങനെ നിങ്ങൾ മണിക്കൂറോളം ചിന്തിക്കേണ്ട കാര്യമില്ല. ഇപ്പം ഈ നിമിഷം മുതൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിക്കാൻ തുടങ്ങുക. നിങ്ങൾക്കുള്ള ഒരു അസുഖത്തെ കുറിച്ച് ആലോചിച്ചാണ് നിങ്ങൾ വേവലാതിപ്പെടുന്നതെങ്കിൽ, അസുഖത്തിന്റെ പേരെടുക്കുകയാണെങ്കിൽ 3000 അല്ല 5000 10,000 അസുഖങ്ങൾ നമുക്ക് പറഞ്ഞുതരാൻ പറ്റും. ബാക്കിയുള്ള ഒരുപാട് അസുഖങ്ങൾ, നമുക്കില്ലാത്ത അസുഖങ്ങളുണ്ട്. അതിന്റെ പേരിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഗ്രാറ്റിറ്റ്യൂഡ്, നമുക്ക് എന്തുകൊണ്ട് അതിന്റെ പേരിൽ സ്വയം നന്ദി പ്രകാശിപ്പിച്ചുകൂടാ? ആ ഒരു ഗുണമാണ് നമ്മളിലേക്ക്. നിങ്ങൾക്ക് സമ്പത്ത് വേണം, നിങ്ങൾക്ക് പൈസ വേണം, അഭിവൃദ്ധി വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ട ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ഈ ഗ്രാറ്റിറ്റ്യൂഡാണ്. ഇത് നിങ്ങളുടെ വീണ്ടും വീണ്ടും നിങ്ങളുടെ മനസ്സിലേക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. ഒരുപാട് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്കിപ്പോ ഈ സൂമിൽ ഈ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഭാഗ്യം ചെയ്തവരാണ് ഒരുപാട് കാര്യത്തില്. നമ്മൾ അതിന് ഗ്രേറ്റ്ഫുൾ ആയിരിക്കണം. അത് നമ്മുടെ മനസ്സിൽ ബാക്കിയുള്ളവരോട് സംസാരിക്കണം. എനിക്ക് ഇതിൽ ഗ്രേറ്റ്ഫുൾ ആണ്, ഞാൻ ഇതിൽ സന്തോഷവാനാണ്, എനിക്ക് നന്ദിയുണ്ട്, എൻ്റെ ശരീരത്തോട് നന്ദിയുണ്ട്, ബാക്കിയുള്ളവരോട് നന്ദിയുണ്ട് എന്നുള്ളത് നമ്മുടെ മനസ്സിൽ മാത്രമല്ല ബാക്കിയുള്ളവരോട് സംസാരിക്കുമ്പം അതിലും വരണം. ഇല്ലായ്മകളെ കുറിച്ചുള്ള, അതേപോലെ തന്നെ നമുക്ക് കിട്ടിയിട്ടില്ലാത്തതിനെ കുറിച്ച് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഫസ്റ്റ് ഓഫ് ആൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഈ സംഭവങ്ങളായിരിക്കണം. നമ്മുടെ മനസ്സ് നമ്മുടെ പുറത്തേക്ക് ആളുകളോട് സംസാരിക്കുമ്പം, ഫ്രണ്ട്സിന്റെ കൂടെ ഇരുന്ന് സംസാരിക്കുമ്പം അല്ലെ, നമ്മുടെ മനസ്സൊന്നും പുറത്തേക്ക് വരേണ്ടത് ഈ ഫസ്റ്റ് ഓഫ് ആൾ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഫീലിംഗ് നമ്മുടെ മനസ്സിൽ നിറച്ചെടുക്കുക. ഓക്കെ എഴുന്നേൽക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. നല്ല ശീലമാണ്. നിങ്ങൾക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങളും എടുത്തെടുത്ത് നിങ്ങൾ പറയണം. നിങ്ങൾക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങൾ കിട്ടി അതിനുള്ള ഗ്രേറ്റ്ഫുൾനെസ്, അതിനുള്ള നന്ദി എന്നും രാവിലെ നിങ്ങൾ പ്രകാശിപ്പിക്കുക. അത് നിങ്ങളുടെ മൈൻഡ് റിച്ച് ആക്കാനുള്ള ഫസ്റ്റ് ഘടകമാണ്. രണ്ടാമത്തേതായിട്ട് നമുക്ക് ക്ലാരിറ്റി വേണം. ഞാൻ പറഞ്ഞ പോലെ ക്ലാരിറ്റി വേണം. നിങ്ങൾക്ക് എന്താണ് ഭൂമിയിൽ നമുക്ക് ചുറ്റും എന്ന് പറഞ്ഞാല്, മോട്ടിവേഷൻ സ്പീക്കിങ്ങുകൾ കേട്ടിട്ടുണ്ടാവും, ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. നമുക്ക് എന്ത് വേണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി വേണം. നമുക്ക് എന്ത് വേണം എന്നുള്ളത് ക്ലാരിറ്റി വന്നാൽ നമുക്ക് എന്ത് വേണ്ട എന്നുള്ളതിലും ക്ലാരിറ്റി വരും. ബാക്കിയുള്ളവർക്ക് കിട്ടിയ പലതും നമുക്ക് ചിലപ്പോൾ ആവശ്യമില്ലാത്തതായിരിക്കാം. നമ്മൾ അതൊക്കെ ആലോചിച്ചിട്ടായിരിക്കും എനിക്കത് കിട്ടിയില്ലല്ലോ, എനിക്കിത് കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് വേവലാതിപ്പെടുന്നത്, സങ്കടപ്പെടുന്നത്. നന്ദികേടിന്റെ വാക്കുകൾ, എൻ്റെ ജീവിതം ഇങ്ങനെയായല്ലോ. ചിലരൊക്കെ പറയും എൻ്റെ കയ്യിൽ പൈസ ഉണ്ടായിരുന്ന സമയത്ത്, പ്രവാസി സുഹൃത്തുക്കളൊക്കെ പറയും എൻ്റെ കയ്യിൽ നിന്ന് പൈസ ഉണ്ടായിരുന്ന സമയത്ത് എന്നെ ആളുകൾക്ക് ആവശ്യമുണ്ടായിരുന്നു, ഇപ്പൊ എന്നെ ആളുകൾക്ക് ആവശ്യമില്ല, എന്നെ ഒരു ചണ്ടിയായിട്ട് എന്നെ വലിച്ചെറിഞ്ഞു. ഇങ്ങനത്തെ ഫീലിങ്സ്, ഇങ്ങനത്തെ തോട്ട്സ് അല്ല നമ്മുടെ കയ്യിൽ നിന്ന് വരേണ്ടത്. അതൊക്കെ ഒരു നെഗറ്റീവ് ബിലീഫ് സിസ്റ്റമാണ്. തെറ്റായ വിശ്വാസങ്ങളാണ് നമ്മുടെ അകത്തും കയറിക്കൂടിയത്.
ഇതിനെ മാറ്റം വരുത്തിയാൽ നമ്മുടെ മനസ്സിൽ ക്ലാരിറ്റി വരും. എനിക്ക് എന്താണ് വേണ്ടത്? ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത ഒരു 5 വർഷത്തിനുള്ളിൽ, അല്ലെങ്കിൽ ഒരു 10 വർഷത്തിനുള്ളിൽ, 1 വർഷത്തിനുള്ളിൽ, 2 വർഷത്തിനുള്ളിൽ എനിക്ക് എന്തൊക്കെ ലൈഫിൽ ആവശ്യമുണ്ട്, എനിക്ക് എന്തൊക്കെ നേടിയെടുക്കണം, എന്തൊക്കെ കാര്യങ്ങൾ എൻ്റെ ലൈഫിൽ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് എന്നുള്ളത് നിങ്ങൾ ഇന്ന് തന്നെ പോയിട്ട് എഴുതി വെക്കുക. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള ഗോൾസ്, ബക്കറ്റ് ലിസ്റ്റ് എന്ന് നമ്മൾ വിളിക്കും. ലൈഫിൽ നിങ്ങൾക്ക് ചെയ്തു തീർക്കാനുള്ള സംഭവങ്ങൾ. ചിലപ്പോൾ നിങ്ങൾക്ക് തീർത്ഥാടനത്തിന് പോകാനുണ്ടാവും, നിങ്ങൾക്ക് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച വീട് വെക്കാനുണ്ടാവും, വണ്ടി വാങ്ങാനുണ്ടാവും, എന്തും ആയിക്കോട്ടെ. വാട്ട് എവർ ഇറ്റ്സ്, നിങ്ങൾക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കണമെന്നായിരിക്കും, പുതിയ സ്വഭാവങ്ങളെ പഠിച്ചെടുക്കണം, അതല്ലെങ്കിൽ പുതിയ സ്കിൽസ് അക്വയർ ചെയ്യണം എന്നുള്ളതായിരിക്കാം, എന്തും ആയിക്കോട്ടെ. വാട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങളത് എഴുതി വെക്കണം. അതേപോലെ തന്നെ നിങ്ങളുടെ 2 വർഷത്തിനുള്ളിൽ, 5 വർഷത്തിനുള്ളിൽ ഗോൾ എന്ന് പറയുന്നത്, ഓക്കെ, ഗോൾസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ എവിടെ എത്തിക്കാണണം. നമ്മള് ഗോൾസ് എന്ന് പറഞ്ഞാൽ ചില സംഭവങ്ങൾ അച്ചീവ് ചെയ്യുന്നതിന് പകരമായിട്ട് നിങ്ങൾ ആ ഗോൾസിൽ എന്താണോ നിങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. നിങ്ങൾക്ക് സമ്പത്ത് വേണം, നിങ്ങൾക്ക് ആവശ്യത്തിന് ജീവിക്കാൻ പൈസ വേണം. അപ്പൊ അങ്ങനെ അതിലൊരു ക്ലാരിറ്റി ഇല്ലാത്ത ഗോളാണ് എത്ര പൈസ വേണം, എത്ര സമയത്തിനുള്ളിൽ വേണം. പൈസ ഒരു എനർജിയാണ്, നിങ്ങളുടെ സമയം എനർജിയാണ്, നമ്മളൊക്കെ ഒരു എനർജിയാണ്. അപ്പം ഇതില് ഓരോന്നിലും നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. എത്ര പൈസ എത്ര സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ആവശ്യമുണ്ട് എന്നുള്ളത്. അതായത് 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ജീവിക്കാൻ ഇത്രയെങ്കിലും പൈസ നിങ്ങളുടെ കയ്യിൽ വേണം. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, ആ പൈസ കൊണ്ട് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാനുണ്ട്, അപ്പൊ ആ പൈസ എത്രത്തോളം വേണം എന്നുള്ളത് നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം. പൈസയുടെ കാര്യത്തിൽ അതാണ് ഗോള്. അതേപോലെ തന്നെ നിങ്ങളുടെ ലൈഫിലെ ഓരോ കാര്യത്തിലും നിങ്ങൾക്ക് വീട് വെക്കുന്നതായിരിക്കാം, പുതിയ വാഹനം മേടിക്കുന്നതായിരിക്കാം, നിങ്ങളുടെ പഠന സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളായിരിക്കാം, എന്തു ആയിരുന്നാലും അത് ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ എഴുതൂ നിങ്ങളുടെ ഗോൾസ് എന്താണ് എന്ന് എഴുതി കമന്റ് ചെയ്യാൻ പറ്റുന്നവർ കമന്റ് ചെയ്യൂ. അതിലെ ക്ലാരിറ്റി ഞാൻ പറഞ്ഞു തരാം. പക്ഷേ അത് ഉള്ളതാണ് സർ, ഞാൻ എൻ്റെ പ്രവാസിയാണ്, പക്ഷേ ഞാൻ സുഖമില്ലാതെ വന്നപ്പോൾ ആരും വേണ്ടാന്ന്. ഒക്കെ മൈൻഡ് ചെയ്തില്ല. ഓക്കെ, അതില് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ഫോർഗിവ്നെസ് ആണ്. നിങ്ങളോട് ഉപദ്രവിച്ചവരോട്, നിങ്ങളോട് തെറ്റ് ചെയ്തവരോട്, അവര് തെറ്റ് ചെയ്തെന്ന് നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ അവർക്ക് ക്ഷമിച്ചു കൊടുക്കുക. അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് അതിൽ നിന്ന് ഒരു ഉപകാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അത്തരം ചിന്തകള്, അത്തരം തോട്ട്സ് ഭാവിയിലുള്ള നിങ്ങളുടെ ലൈഫിന് ഒരു റിച്ച് മൈൻഡ് സെറ്റ്, ഒരു ഹാപ്പി ഹെൽത്തി മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നതിന് തടസ്സം സൃഷ്ടിക്കും. അത് അതിനുള്ള ഒരു പ്രശ്നമായിട്ട് നിങ്ങളുടെ മുന്നിൽ വരും. അത്തരം സംഭവങ്ങള് നിങ്ങളിൽ ആരെങ്കിലും നിങ്ങളോട് ഇത്തരത്തിലുള്ള പെരുമാറി എന്നുണ്ടെങ്കിൽ അത് ഫോർഗിവ് ചെയ്യുക, അതൊക്കെ വിട്ടുകളയുക. അതൊന്നും അല്ല യാഥാർത്ഥ്യം. കുറച്ച് ആളുകൾ നമ്മളോട് പെരുമാറിയത് കൊണ്ട് നമ്മുടെ അകത്ത് ആ ഫീലിങ്സ് അവർക്ക് ഉണ്ടാക്കാൻ പറ്റിയെങ്കിൽ അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അവരത് പെരുമാറിയെങ്കിൽ അവരോട് അത് നിങ്ങൾക്ക് വിട്ടുകൊടുക്കാൻ സാധിക്കണം. അങ്ങനെയെങ്കിലേ നിങ്ങളുടെ മനസ്സിൽ നിന്നും അതിനെ, ഞാൻ ഈ പറഞ്ഞ പോലെയുള്ള റിച്ച് മൈൻഡ് സെറ്റ്, സമ്പത്തൊക്കെ നമുക്ക് വീണ്ടും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അല്ലേ? സമ്പത്ത് ഒരു എനർജിയാണ്. നമുക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളൊരു ബോധം, എന്നുള്ളൊരു അവയർനെസ് ആണ് നമ്മുടെ അകത്തേക്ക് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ പറ്റിച്ചു പോയവരുണ്ടായിരിക്കാം, നമ്മളെ ഉപദ്രവിച്ചവരുണ്ടായിരിക്കാം, നമ്മളെ വേണ്ട സമയത്ത് പരിഗണിക്കാത്തവരുണ്ടായിരിക്കാം, നമ്മൾ വിശ്വസിച്ച് കൂടെ നിന്ന സുഹൃത്തുക്കളെ, നമ്മൾ ഒരുപാട് വിശ്വസിച്ച് ഒരു ലൈഫിന്റെ എല്ലാ ഘട്ടത്തിലും നമ്മുടെ കൂടെ ഉണ്ടാവുമെന്ന് വിചാരിച്ച സുഹൃത്തുക്കൾ നമ്മളെ ചിലപ്പോൾ വഞ്ചിച്ച് ചതിച്ചു പോയിട്ടുണ്ടാവാം.
അതിൽ നമുക്ക് ചെയ്യാനുള്ളത് ഫോർഗിവ്നെസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഒറ്റയടിക്ക് ചെയ്യാൻ പറ്റുന്നല്ല, കാരണം അതൊരു ദൈവികമായിട്ടുള്ള ഗുണമാണ് അല്ലെ. കമ്പാഷൻ, ഫോർഗിവ്നെസ്, കരുണ കാണിക്കുക, ക്ഷമിച്ചു കൊടുക്കുക, പുറത്തു കൊടുക്കുക, ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നിന്നും നിരുപാധികം അത് ക്ഷമിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം. അതൊക്കെ ഒഴിവാക്കി വിടുക. എന്തിന്? നമുക്ക് വേണ്ടി. അതല്ലെങ്കിൽ ഈ ഫീലിങ്സ്, ഈ തോട്ട്സ്, ഈ ചിന്തകൾ നമ്മുടെ മനസ്സിന്റെ അകത്ത് വെച്ചിട്ട് എന്താണ്? അത് നമ്മളെ ഉപദ്രവിക്കുന്നു. നമ്മുടെ മനസ്സിന്റെ അകത്ത് നമ്മൾ കൊണ്ടുപോയി ഒരു കത്തി വെച്ചാൽ എന്ത് സംഭവിക്കും? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ അവിടെയും ഇവിടെയും മുറിയും. നമുക്ക് വീണ്ടും മുറിവുകൾ സംഭവിക്കും എന്നതിലപ്പുറം നമുക്ക് ലൈഫിൽ അതുകൊണ്ട് എന്ത് നേട്ടമാണ്, എന്ത് ഉപകാരമാണ് നമുക്ക് ലൈഫിൽ ഉണ്ടാക്കിയെടുക്കാനുള്ളത്? അതുകൊണ്ട് അത് നിരുപാധികം നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ സാധിക്കണം. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പൈസ എല്ലാം അവർക്ക് വിട്ടുകൊടുക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്? പൈസ നമ്മുടെ അധ്വാനമാണ്, നമ്മുടെ എനർജിയാണ്. പക്ഷെ നിങ്ങളുടെ അകത്തുള്ള ആ വിങ്ങലില്ലേ, ആ ഒരു പ്രശ്നമില്ലേ, നിങ്ങളെ ഇട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആ ഒരു ഫീലിങ്സ് ഇല്ലേ, അതിന് നിങ്ങൾ ഓരോന്നും എടുത്ത് ഫോർഗിവ് ചെയ്യണം, ക്ഷമിച്ചു കൊടുക്കണം, പുറത്തു കൊടുക്കണം. നിങ്ങളുടെ മനസ്സിന് അത് ഭാരം ഇറക്കി തരും. നിങ്ങളുടെ മനസ്സിന് ഞാൻ ഈ പറഞ്ഞ പോലെ റിച്ച് മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത് കെടുക്കാനുള്ള ഒരു അന്തരീക്ഷം അത് ക്രിയേറ്റ് ചെയ്ത് തരും. ഓക്കെ, നമുക്കിപ്പോൾ അതൊക്കെ മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങൾക്ക് ക്ലാരിറ്റി വേണം ലൈഫിൽ എന്ത് ചെയ്യുമ്പോഴും, എങ്കിലേ നമുക്കത് മൈൻഡ്ഫുൾ ആയിട്ട് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ സാധിക്കുള്ളൂ. എന്തിനു വേണ്ടി ബാക്കിയുള്ളവരൊക്കെ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ഇത് ചെയ്യുന്നു എന്ന രീതിയിൽ, അങ്ങനത്തെ ആയത് കൊണ്ടാണ് പലപ്പോഴും നമുക്ക് ലൈഫില് എനിക്ക് വീട്ടിലെ അടുക്കളയിലെ പണികൾ എനിക്ക് നിർബന്ധമാണ്, ഞാനത് ചെയ്തേ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരമായിട്ട് ഇത്രയും സൗഭാഗ്യങ്ങളില്ലാത്ത ഒരുപാട് പേര് എനിക്ക് ചുറ്റുമുണ്ട്, എനിക്ക് ഇത്രയെങ്കിലും സൗഭാഗ്യങ്ങൾ ഉണ്ടല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്യുന്ന വർക്കുകളിൽ മാക്സിമം മൈൻഡ്ഫുൾ ആയിരിക്കാൻ, ആത്മാർത്ഥമായിരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മൈൻഡിൽ ഒരു റിച്ച് മൈൻഡ് സെറ്റ് ക്ലാരിറ്റി കൊണ്ടുവരാനുള്ള മാർഗം. ഓക്കെ, നൗ നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് കിടക്കാം. ഓക്കെ, തുടങ്ങാം. ആർ യു റെഡി? കമന്റ് ആർ ഇഫ് യു ആർ റെഡി. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ, എന്ന് കമന്റ് ചെയ്യൂ. ഇഫ് യു ആർ റെഡി ആർ കമന്റ് ചെയ്യൂ. പുതിയ ആളുകൾ ഉണ്ടെങ്കിൽ എന്ന് കമന്റ് ചെയ്യൂ. ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാരിറ്റി വേണം കാര്യങ്ങൾ. കമന്റ് അഗൈൻ, എല്ലാവരും കമന്റ് ചെയ്യൂ. കാരണം എന്തെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിൽ മാക്സിമം എൻഗേജ്ഡ് ആവണം. നമുക്ക് എല്ലാവരെയും സംസാരിക്കാൻ വിടുന്നില്ലല്ലോ, ഞാൻ എന്നെ ഇവിടെ നിന്ന് സംസാരിക്കല്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ എൻഗേജ്മെന്റ് വരണമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് കമന്റ് ചെയ്യെങ്കിലും വേണം. ഓക്കെ, സെലിൻ ന്യൂ ആണ്. ഓക്കെ സെലിൻ, മനസ്സിലായില്ലേ നമ്മൾ പറയുന്നത്? നമ്മള് ബാക്കിയുള്ളതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും പലതും പറയുന്നത്. അവയർനെസ് എന്ന് പറഞ്ഞാല് എല്ലാവരും വീണ്ടും ഈ ഒരു ബോധ്യം, ഞാൻ ഈ പറഞ്ഞ സംഭവങ്ങള് നമ്മുടെ മനസ്സിൽ ഒരുപാട് സത്യങ്ങൾ ഉണ്ടാവും. ചെറിയ പ്രായത്തിൽ അതിലെ സമ്പത്തിനെ കുറിച്ച് പലരെയും കൗൺസിൽ ചെയ്യുമ്പോൾ തോന്നിയിട്ടുള്ള ഒന്നാണ് അധികം ആൾക്കാർക്കും, കുറെ പൈസ ഉണ്ടായാലും നമ്മുടെ സമാധാനം പോവും, മനസമാധാനം പോവും എന്നുള്ള ഒരുപാട് ചിന്തകൾ ആളുകളുടെ മനസ്സിലുണ്ട്. ഒരുപാട് ആളുകളുടെ മനസ്സിലുണ്ട് അത് ഇപ്പോഴും ഉണ്ട്. സമ്പത്ത് വന്നു കഴിഞ്ഞാൽ ചിലപ്പോ സമാധാനമൊക്കെ പോവായിരിക്കും എന്നുള്ള, സമ്പത്ത് വന്നാൽ, പൈസ വന്നാൽ സമാധാനം പോവും എന്നുള്ളത് ഒരു തെറ്റായ വിശ്വാസമാണ്. അങ്ങനെ ഒരു സംഭവമേ ഇല്ല. മറിച്ച് എന്താണുള്ളതെന്ന് ചോദിച്ചാല്, നിങ്ങൾക്ക് മനസ്സമാധാനമില്ല, നിങ്ങളുടെ കയ്യിൽ ഇപ്പൊ സമ്പത്തില്ല, ആവശ്യത്തിന് സമ്പത്തില്ല, നിങ്ങൾ മനസ്സമാധാനത്തിന് വേണ്ടി നിങ്ങൾ പൈസ ഉണ്ടാക്കാൻ ശ്രമിച്ചാല് നിങ്ങൾക്ക് പൈസ കിട്ടിയത് കൊണ്ട് മനസ്സമാധാനം കിട്ടില്ല. അതല്ല, നിങ്ങൾക്ക് മനസ്സമാധാനമുണ്ട്, നിങ്ങൾക്ക് ജീവിതത്തിൽ ആവശ്യത്തിനുള്ള പൈസ നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ആ പൈസ, അതല്ലെങ്കിൽ നിങ്ങൾ എത്ര തന്നെ സമ്പത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൾറെഡി ഞാൻ ഈ പറഞ്ഞ അവയർനെസ്, ഈ മനസ്സമാധാനം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലാണ് എന്നുള്ള അവയർനെസ് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഈ പൈസ എത്ര വന്നാലും അത് നിങ്ങളുടെ മനസ്സമാധാനം കൊണ്ടുപോവില്ല, നിങ്ങളുടെ സന്തോഷവും ഒന്നും അത് എടുത്തു കൊണ്ടുപോവില്ല പൈസ.
അങ്ങനത്തെ തെറ്റായ വിശ്വാസങ്ങളെ നമ്മളിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെക്കുക. അതൊക്കെ തെറ്റായ വിശ്വാസങ്ങളാണ്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് സമ്പത്തിന്റെ, റിച്ച്നെസിന്റെ, അഭിവൃദ്ധിയുടെ അവയർനെസ്സുകളാണ് വീണ്ടും വീണ്ടും കൊടുക്കേണ്ടത്. ഓക്കെ ഓക്കെ അപ്പൊ നമുക്ക് മെഡിറ്റേഷൻ സെഷനിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മളെ സ്ഥിരം പറയുന്ന നിങ്ങൾ നല്ല ഒരു സ്ഥലത്ത് ഇരിക്കുക, സമാധാനമായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക, അധികം ഡിസ്റ്റർബൻസ് ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്ത് ഇരിക്കുക, കാലുകളെ തറയിൽ പതിപ്പിച്ച് ഇരിക്കുക. ഓക്കെ തറയിൽ പതിപ്പിച്ചിരിക്കുക. നമ്മുടെ കാലുകൾ ഭൂമിയിലാണ് പതിപ്പിച്ച് വെച്ചത് എന്ന് വിചാരിക്കുക. ഭൂമിയിൽ തന്നെയാണ് നമ്മുടെ കാലുകൾ പതിപ്പിച്ച് വെച്ചത്. അവസാനം ഭൂമിയിലേക്കാണ്. നമ്മൾ തറയിലാണോ വീടിലാണോ എവിടെയാണെങ്കിലും ഭൂമിയിൽ തന്നെയാണ് നമ്മൾ കാലുകൾ പതിപ്പിച്ച് വെച്ചിട്ടുള്ളത്. മാക്സിമം റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ചിലവർക്ക് ഞാൻ പറയുമ്പോൾ കമന്റ് ചെയ്യാറുണ്ട്, പോലെ ക്ലാസ്സിലെടുത്തൊക്കെ എന്തോ. ഓക്കെ മെഡിറ്റേഷൻ ചെയ്യും. നിങ്ങളെ കാലുകളെ മാക്സിമം തറയിൽ പതിപ്പിച്ച് വെക്കുക, റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ ഫസ്റ്റ് ഓഫ് ആൾ നിങ്ങളെ ബ്രത്തില് റിലാക്സ് ചെയ്യാൻ വരുമ്പോൾ പലരും ചില കമന്റുകൾ വന്നത് എനിക്ക് റിലാക്സ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത്. ഒരുപാട് ചിന്തകള്, വിങ്ങലുകള്, പ്രശ്നങ്ങളൊക്കെ മനസ്സിലുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് വിചാരിച്ച പോലെ ഇപ്പൊ ഒന്ന് മനസ്സ് റിലാക്സ് ചെയ്യുന്ന പറയുമ്പോൾ റിലാക്സ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയെങ്കിൽ നിങ്ങൾ വീണ്ടും മനസ്സിൽ റിലാക്സേഷൻ ആയിട്ട് സങ്കല്പിക്കുക. നിങ്ങളെ കൊണ്ട് അതിനുള്ള നമ്മെ കൊണ്ട് സാധിക്കും. ഇനി എത്ര വലിയ പ്രശ്നത്തിന്റെ പീക്കിലായിരുന്നാലും, വലിയ എന്താണ് ദേഷ്യത്തിന്റെ അങ്ങേ അറ്റത്താണ് നിങ്ങൾ എത്തുന്നതെങ്കിലും നിങ്ങൾ ചെറിയൊരു ബ്രത്ത് വർക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ നെർവസ് സിസ്റ്റത്തെ, അതുപോലെ നിങ്ങളുടെ ശരീരത്തെ ക്വയറ്റാക്കാന്, സമാധാനത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. അതിന് നിങ്ങൾ ബ്രത്ത് വർക്ക് ചെയ്യുക. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ റിലാക്സ്ഡ് ആയി എന്ന് സങ്കല്പിക്കുക. ഓക്കെ സ്വയം മെഡിറ്റേഷൻ ചെയ്യൂ. ദാറ്റ്സ് ഗുഡ്. ബ്രത്ത് വർക്ക് എന്ന് പറഞ്ഞാല് നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ചെറിയ നമ്മൾ സാധാരണ ശ്വാസം നമ്മൾ അറിയാതെ തന്നെ ദിവസം 24/7 അവിടെ നമ്മൾ ഉറങ്ങുമ്പോഴും സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇറ്റ്സ് എ മിറാക്കിൾ. നമ്മൾ സാധാരണ ശ്വാസം എടുക്കുന്നത് പോലെ പതുക്കെ ശ്വാസം എടുക്കുക, സാധാരണ എടുക്കുന്നത് പോലെ. എന്നിട്ട് അതിന്റെ ശേഷം ഒറ്റയടിക്ക് ഡീപ്പ് മാക്സിമം ബ്രീത്ത്, നിങ്ങളെ കൊണ്ട് പറ്റാവുന്ന അത്ര ഡീപ്പായിട്ടുള്ള ബ്രീത്ത് എടുക്കുക. എന്നിട്ട് 1-2 സെക്കൻഡ്സ് എങ്കിലും, ഓക്കെ 1 or 2 സെക്കൻഡ്സ് പതുക്കെ അവിടെ നിർത്തുക. എന്നിട്ട് പതുക്കെ ശ്വാസം പുറത്തേക്ക് വായിലൂടെ ഊതി വിടുക. ടേക്ക് എ സ്മാൾ ബ്രെത്ത്, ഡീപ്പ് മാക്സിമം ബ്രെത്ത്. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി ഊതി വിടുക. ദിസ് ഈസ് ബ്രെത്ത് വർക്ക്. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുന്നത് വഴി നമ്മുടെ മിഡ് ബ്രെയിനിലെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയാണ് നമ്മൾ ആക്ടിവേറ്റ്, സ്റ്റിമുലേറ്റ് ചെയ്യുന്നത്. കാമാവ്, ക്വയറ്റാവ്, എനിക്ക് മെഡിറ്റേഷൻ ചെയ്യണം. ഒരുപാട് സംഭവങ്ങൾ നീ പറഞ്ഞു തന്നെ എനിക്ക്. ഇറ്റ്സ് ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്കിപ്പോ കാമാവാം, ക്വയറ്റാവാം. ഡു ദാറ്റ് അഗെയിൻ. ടേക്ക് എ സ്മാൾ ബ്രെത്ത്, ഡീപ്പ് മാക്സിമം ബ്രെത്ത്. ഹോൾഡ് 1 or 2 seconds. പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി ഊതി വിടുക. ഓക്കെ ഡു ദാറ്റ് അഗെയിൻ. ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറയാറുള്ളത് സ്റ്റിമുലേഷൻ സ്റ്റെപ്പാണ്. ഇത് റിലാക്സേഷൻ സ്റ്റെപ്പ്, നെർവസ് സിസ്റ്റത്തിനെ റിലാക്സ് ചെയ്യാൻ. ഇനി നമ്മുടെ തലയിൽ 2 ബ്രെയിൻ വശങ്ങളുണ്ട്. റൈറ്റ് ബ്രെയിൻ ഉണ്ട്, ലെഫ്റ്റ് ബ്രെയിൻ ഉണ്ട്. ഈ 2 ബ്രെയിനെയും നമ്മൾ ഒരുമിച്ച് സ്റ്റിമുലേറ്റ് ചെയ്യണം. അതിനായിട്ട് നമ്മൾ വിരലുകൾ പതുക്കെ റബ്ബ് ചെയ്യാൻ പറയും. കൈവിരലുകളുടെ അറ്റത്ത് ഒരുപാട് ന്യൂറോൺസ് ഉണ്ട്, റിച്ച് ന്യൂറൽ സപ്ലൈ ഉണ്ട്. അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഫീൽ ചെയ്യണം നിങ്ങൾ. ദാറ്റ്സ് ഇറ്റ്. ഫീൽ ചെയ്യണം, വെറുതെ എങ്ങനെ ആക്കുകയല്ല, ഫീല് ചെയ്യുക. നിങ്ങളുടെ ഒരു വിരല് മറ്റേ വിരലിൽ, ഓരോ വിരലുകളും ഇവിടെ ടച്ച് ചെയ്യുന്നത് ഫീൽ ചെയ്യുക. ഓക്കെ എഗെയിൻ മാറ്റി ഇതേപോലെ ഫീൽ ചെയ്ത് ഇതേപോലെ റബ്ബ് ചെയ്യുക. ഇറ്റ്സ് ജസ്റ്റ് റബ്ബിങ്, നത്തിങ് എൽസ്, ജസ്റ്റ് റബ്ബിങ്. റബ്ബ് ചെയ്യുക.
ഇനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ റിലാക്സ്ഡ് ആയിട്ട് ബ്രത്ത് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. ഓക്കെ, ബ്രത്ത് വർക്ക്. ഡു ദ സ്മാൾ ബ്രത്ത്, ഡീപ്പ് മാക്സിമം ബ്രത്ത്. ഹോൾഡ് എ സെക്കൻഡ്. ഇനി പതുക്കെ ശ്വാസം പുറത്തേക്ക് ഊതി വിടുക. കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിട്ടിരിക്കുക. നമുക്ക് ഒരുപാട് നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് ഉണ്ടായിരുന്നു. നമ്മൾ ചിലപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട്. അത് ഡീപ്പായിട്ട് ഇറങ്ങി ചെല്ലുമ്പോഴേ നമുക്ക് അറിയുള്ളൂ. സാമ്പത്തികപരമായിട്ട് അഭിവൃദ്ധി കിട്ടാതിരിക്കാനുള്ള ആളുകൾ സമ്പന്നരാകാതിരിക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ ഇത്തരം നെഗറ്റീവ് ബിലീഫ് സിസ്റ്റംസ് ആണ്. ഓക്കെ, അത് നമ്മൾ മാറ്റിയെടുത്താൽ, അവിടെ അവയർനെസ് സ്ഥാപിച്ചെടുത്താൽ നമുക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് നമ്മളിലേക്ക് വരും. നമ്മളുടെ മൈൻഡ് ഒരു ഹയർ റിച്ച് ഫ്രീക്വൻസിയിലേക്ക് എത്തുകയും ഓട്ടോമാറ്റിക്കലി നമുക്ക് ചുറ്റുമുള്ള സമ്പത്ത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ചെയ്യും. ഫീൽ റിലാക്സ്ഡ്. നിങ്ങളുടെ ശരീരം മൊത്തം റിലാക്സ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. കാലുകൾ റിലാക്സ് ചെയ്യുന്നു. വീണ്ടും വീണ്ടും സങ്കല്പിക്കുക. നിങ്ങൾ എത്ര നന്നായി സങ്കല്പിക്കുന്നു എന്നുള്ളതല്ല, വീണ്ടും വീണ്ടും സങ്കല്പിക്കുക. നിങ്ങളുടെ കാലുകൾ റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ തൊടഭാഗം, നിങ്ങളുടെ വയറുകള്, നിങ്ങളുടെ ശരീരം മൊത്തം റിലാക്സ് ചെയ്യുന്നു. കൈപ്പാദങ്ങൾ കൈ റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ ചെസ്റ്റ്, നിങ്ങളുടെ ശ്വാസകോശം, നിങ്ങളുടെ ഹൃദയത്തിന് എല്ലാം ആ റിലാക്സേഷൻ വേവ് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ നെർവസ് സിസ്റ്റം എല്ലാം മാക്സിമം റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്നു. നിങ്ങളുടെ ശരീരം മൊത്തം റിലാക്സ്ഡ് ആയതായിട്ട് വീണ്ടും വീണ്ടും നിങ്ങൾ ഫീൽ ചെയ്യുക. നിങ്ങളുടെ മനസ്സിൽ എന്താണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്കുള്ള ആ ഒരു ക്ലിയർ വിഷൻ, നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങൾക്ക് ആവശ്യമുള്ളത് ലൈഫിൽ, അത് സമ്പത്തായിരിക്കാം, എന്ത് സംഭവമായിരിക്കാം, നിങ്ങളുടെ അസുഖങ്ങൾ മാറുന്നതോ എന്തുമായിരിക്കാം, നിങ്ങളെ ആ സ്റ്റേറ്റിൽ അസുഖങ്ങൾ മാറിയതായിട്ട്, നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള സമ്പത്ത് നിങ്ങൾക്ക് കിട്ടിയതായിട്ട്, നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയിട്ട് നടന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. ജസ്റ്റ് ഇമാജിൻ ഇറ്റ് അഗെയിൻ ആൻഡ് അഗെയിൻ. ഇമാജിൻ, ജസ്റ്റ് സങ്കല്പിക്കുക. കിട്ടിയതായിട്ട്, സംഭവിച്ചതായിട്ട്, നടന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. അത് നിങ്ങളുടെ മനസ്സിൽ ഡോപാമൈൻ റിലീസ് ചെയ്യും. വീണ്ടും വീണ്ടും നിങ്ങൾ സങ്കല്പിക്കുക. തലക്കകത്തുള്ള ഡോപാമൈനുകളൊക്കെ റിലീസ് ചെയ്യട്ടെ. നിങ്ങൾക്കത് കിട്ടിയതായിട്ട്, ആ ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങളിൽ, നിങ്ങളുടെ ഗോൾസിൽ, നിങ്ങളെ ചെയ്ത ബക്കറ്റ് ലിസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം, അത് തീർത്ഥാടനമായിരിക്കാം, എന്തോ ആയിരിക്കാം, അത് നിങ്ങൾ ചെയ്യുന്നതായിട്ട് ആ ഒരു മൊമെന്റിൽ നിങ്ങളിപ്പോ എത്തിയതായിട്ട് നിങ്ങൾ സങ്കല്പിക്കുക. നിങ്ങളിപ്പോ ആ മൊമെന്റിലാണുള്ളത്. ജസ്റ്റ് ടേക്ക് എ സ്മാൾ ബ്രെത്ത്, ഡീപ്പ് മാക്സിമം ബ്രെത്ത്. ഹോൾഡ് എ സെക്കൻഡ്. പുറത്തേക്ക് ശ്വാസം പതുക്കെ ഊതി വിടുക. ഓക്കെ, നിങ്ങൾ ആ സ്റ്റേറ്റിൽ എത്തിയതായിട്ട് വീണ്ടും സങ്കല്പിക്കൂ. ആ ഹാപ്പിനെസ്, ആ ഒരു സന്തോഷം ഇല്ലേ, നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ സമയത്ത് നിങ്ങൾ എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നത്? നിങ്ങൾ ആൾറെഡി അച്ചീവ് ചെയ്ത് കഴിഞ്ഞു നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ. ഇപ്പൊ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ആ ഒരു ഫീലിംഗ് നിങ്ങളിലേക്ക് കൊണ്ടുവരിക, വീണ്ടും വീണ്ടും കൊണ്ടുവരിക. അപ്പൊ നിങ്ങളുടെ തലയിൽ ഡോപാമൈൻ സെന്റേഴ്സ് ഒക്കെ ഡോപാമൈൻ റിലീസ് ചെയ്യും. മോട്ടിവേഷനുള്ള ഡോപാമൈൻ റിലീസ് ചെയ്യും. എഗെയിൻ സങ്കല്പിക്കുക. ആ നിമിഷത്തിലാണ് നിങ്ങളിപ്പോ. ഹൗ യു ഫീൽ നൗ? നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീണ്ടും നിങ്ങളുടെ മനസ്സിന് പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓക്കെ, നൗ ടേക്ക് സ്മാൾ ബ്രെത്ത്, ഡീപ്പ് മാക്സിമം ബ്രെത്ത്. ഹോൾഡ് എ സെക്കൻഡ്. ശ്വാസം പതുക്കെ പുറത്തേക്ക് ഊതി വിടുക. ഓക്കെ, okay, now again take a small, deep and maximum breath and we can stop meditation. Okay, come back. Okay,
അപ്പം ഇതില് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് റിച്ച് മൈൻഡ് സെറ്റ് എന്ത് തന്നെ ആയിരുന്നാലും ആ സംഭവങ്ങള് നിങ്ങളുടെ മനസ്സിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അത് എന്ത് സംഭവമായിരുന്നാലും നിങ്ങളുടെ മനസ്സിൽ എത്ര ക്ലാരിറ്റി ഉണ്ടോ അതാണ് നിങ്ങൾക്ക് അതിനുള്ള വാതിലുകൾ തുറന്നു തരും. അതില് നിങ്ങൾക്ക് ചെയ്യാനുള്ളത്, നിങ്ങള് പലപ്പോഴും പറയും നിങ്ങൾക്ക് ഗോൾസ് ഉണ്ടെങ്കിൽ, ഗോൾസിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു, ഗോൾസ് ഉണ്ടെങ്കിൽ ആ ഗോൾസ് നിങ്ങൾ പരമാവധി എഴുതി വെക്കണം. വിഷൻ ബോർഡ്സ് എന്ന് നമ്മൾ വിളിക്കും. നിങ്ങൾക്ക് എന്താണ് നിങ്ങൾക്ക് നേടിയെടുക്കാനുള്ളത്? ജീവിതമാകുന്ന ഈ ഒരു വലിയ സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് എന്ത് നേടിയെടുക്കണം? നിങ്ങൾ ഒരു ഐഡിയ ഇല്ലാതെ നിങ്ങൾ അകത്തേക്ക് പോയി കഴിഞ്ഞാൽ, സൂപ്പർ മാർക്കറ്റിൽ നിന്ന് നിങ്ങൾ ആ ട്രോളി എടുത്ത് പോയി കഴിഞ്ഞാൽ അവിടെ ഉള്ളതെല്ലാം എടുത്തുകൊണ്ടിട്ട് പോരും. നിങ്ങൾ അനാവശ്യമായിട്ട് ചെയ്യുന്ന ഓരോ സംഭവം, അനാവശ്യമായിട്ട് എടുക്കുന്ന ഓരോ പ്രൊഡക്റ്റും നിങ്ങളുടെ സമയം, എനർജി, പൈസ, നിങ്ങളുടെ മനസ്സമാധാനം ഇതൊക്കെ കൊണ്ടുപോയി കൊണ്ടിരിക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള എനർജി, പൈസ, എല്ലാം നിങ്ങളുടെ സമ്പത്തെല്ലാം നിങ്ങൾ അനാവശ്യമായിട്ട് ചെലവഴിക്കുന്ന പ്രൊഡക്ട്സിൽ എല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ അത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ജീവിതമാകുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും നിങ്ങൾക്ക് ആവശ്യമുള്ള സാധനം എന്താണ്, ഞാൻ എന്തിനിവിടെ പ്രവേശിച്ചു എന്നുള്ളത് നിങ്ങൾക്ക് കറക്റ്റ് ക്ലാരിറ്റി വേണം. എന്ത് സാധനമാണ് അവിടെ എടുക്കേണ്ടത് എന്നില്ലേ. നിങ്ങളടുത്ത് സൂപ്പർ മാർക്കറ്റ് പോകുമ്പോൾ ലിസ്റ്റ് ഇല്ലാതെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ, കുറെ അത് വാങ്ങണം ഇത് വാങ്ങണം എന്ന് മനസ്സിൽ ഐഡിയ ഇല്ലാതെയാണ് പോകുന്നതെങ്കിൽ, ഓട്ടോമാറ്റിക്കലി അവിടുന്ന് നിങ്ങൾ അനാവശ്യമായിട്ട് ഒരുപാട് സാധനങ്ങൾ എടുക്കും. നിങ്ങൾ അത് എടുപ്പിക്കാൻ വേണ്ടിയുള്ള ഒരുപാട് മെക്കാനിസംസ് അതിലുണ്ട്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ഡിസ്ട്രാക്ഷൻ, നമ്മൾ ഈ ലോകത്തിന് ശരിക്കും പറയാ, ഇപ്പോഴുള്ള ഏജിനെ പറയാ വേൾഡ് ഓഫ് ഡിസ്ട്രാക്ഷൻ എന്നാണ്. ഒരുപാട് നമ്മുടെ ശ്രദ്ധ തെറ്റിക്കാനുള്ള ഒരുപാട് മാർഗങ്ങള്, നമുക്ക് ഒരുപാട് സൗഭാഗ്യങ്ങളുണ്ട്, സൗകര്യങ്ങളുണ്ട് ഈ ലോകത്ത് അല്ലെ. ബാക്കിയുള്ള നമ്മുടെ മുന്നത്തെ ജനറേഷൻ അപേക്ഷിച്ച് ഒരുപാട് സൗഭാഗ്യത്തിൽ നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമ്മൾ ജീവിക്കുന്നത് ഒരു ഡിസ്ട്രാക്ഷൻ വേൾഡിലാണ്. നമ്മുടെ ശ്രദ്ധ ഏത് നിമിഷവും തെറ്റിക്കാൻ ഈ വേൾഡ് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, എല്ലാവർക്കും വേണ്ടത് നമ്മുടെ അറ്റൻഷൻ ആണ്, നമ്മുടെ സമയമാണ്. ഈ സമയമാകുന്ന എനർജി നമ്മൾ ആർക്ക് കൊടുക്കണം എന്നുള്ളത് നമുക്ക് കറക്റ്റ് ക്ലാരിറ്റി വേണം. എങ്കിലേ നമുക്ക് ലൈഫിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞ ഈ സംഭവങ്ങളെ, നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റ്, നിങ്ങളുടെ ഗോൾസ് നിങ്ങൾ സെറ്റ് ചെയ്തിരിക്കണം. കറക്റ്റ് ക്ലിയർ ആയിട്ട് സെറ്റ് ചെയ്തിരിക്കണം. അതിന് നിങ്ങൾക്ക് എനിക്ക് പറഞ്ഞു തരാനുള്ള ഒരു സജഷൻ, നിങ്ങൾ വിഷൻ ബോർഡ്സ് വെക്കുക. നിങ്ങളുടെ റൂമിൽ എവിടെയാണോ, നിങ്ങളുടെ പേഴ്സണൽ സ്പേസിൽ നിങ്ങൾ കൊണ്ടുപോയി എഴുതി വെക്കുക. അതല്ലെങ്കിൽ ചിലർക്ക് ഇപ്പൊ നമ്മുടെ സമയത്ത് അധികം ആളുകൾ മൊബൈൽ ഫോണിലാണ് അധിക സമയം ഉപയോഗിക്കുന്നത്. അങ്ങനെയെങ്കിൽ നിങ്ങൾ മൊബൈൽ ഫോൺ തുറന്നു വരുമ്പോൾ ആദ്യം കാണുന്ന തരത്തിൽ ആ സംഭവങ്ങൾ സെറ്റ് ചെയ്ത് വെക്കുക. അത് എഴുത്തായിരിക്കാം, അതിനെക്കുറിച്ചുള്ള ഫോട്ടോ ആയിരിക്കാം, എന്തോ ആയിരിക്കാം. നിങ്ങളുടെ അതിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ് ഓർമ്മ വരണം. എനിക്കിത് അച്ചീവ് ചെയ്യാനുണ്ട്, എനിക്ക് ഇത് കിട്ടണം, ഈ ജീവിതമാകുന്ന സൂപ്പർ മാർക്കറ്റിൽ നിന്നും എനിക്ക് ഈ ഒരു സംഭവം എടുക്കണം എന്നുള്ള ഒരു ഫീലിംഗ് നിങ്ങൾക്ക് വരണം. ഓക്കെ, അങ്ങനെയുള്ള ഒരു വിഷൻ ബോർഡ് നിങ്ങൾ തയ്യാറാക്കി വെക്കുക. 3-4 ദിവസത്തിനുള്ളിൽ ഈ സംഭവങ്ങൾ അപ്ഡേറ്റ് ചെയ്യണം. അത് നിങ്ങൾ ഒന്നെങ്കിൽ മാറ്റി എഴുതി വെക്കണം, ഫോണ്ട് മാറ്റി എഴുതി വെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾ പേജിലാണ് എഴുതി തൂക്കുന്നതെങ്കിൽ അത് മാറ്റി എറിഞ്ഞ് പുതിയതിൽ എഴുതി തൂക്കണം. ഇത് എന്തിനാണെന്ന് ചോദിച്ചാല്, നമ്മൾ ഒരുപാട് സമയം വീഡിയോസ് ഒക്കെ കാണുമ്പം നമ്മുടെ തലച്ചോറിന് ഒരു സ്വഭാവമുണ്ട്. നമ്മൾ സ്ഥിരം കാണുന്നത് കുറച്ച് കഴിയുമ്പോൾ തലച്ചോറ് പ്രോസസ്സ് ചെയ്യാതെയാവും. എന്തെങ്കിലും പുതുമയുണ്ടോ എന്ന് മാത്രമാണ് നമ്മുടെ തല തപ്പുക, നമ്മുടെ ബ്രെയിൻ നെർവസ് സിസ്റ്റം തപ്പുക. അപ്പൊ നമ്മൾ ഇത് മാറ്റണം, ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്യണം. എൻ്റെ ഗോൾസ് നിങ്ങൾ കളർ മാറ്റി എഴുതി വെക്കാം, എന്തും ചെയ്യാം, പക്ഷെ അത് അപ്ഡേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ എഴുതിയ സ്ഥലം മാറ്റി ഒട്ടിക്കെങ്കിലും വേണം. ഏറ്റവും കുറഞ്ഞത് അത്രയെങ്കിലും ചെയ്യുക. അങ്ങനെ ആവുമ്പം ഈ വിഷ്വൽ ഫാറ്റിഗ് എന്ന് പറയുന്ന നമ്മുടെ തല സ്ഥിരം കാണുന്ന സംഭവങ്ങളെ പ്രോസസ്സ് ചെയ്യാത്ത അവസ്ഥയിൽ നിന്നും മാറ്റി നിങ്ങൾക്ക് നിങ്ങളുടെ ഗോൾസ്, നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാനുള്ള സംഭവങ്ങളെ നിങ്ങളുടെ ഈ ചിന്തകളുടെ ചെറിയ മനസ്സിൽ നിന്നും ഡീപ്പായിട്ട് ആഴങ്ങളിലേക്ക്
സബ് കോൺഷ്യസ് അൺകോൺഷ്യസ് മൈൻഡുകളിൽ എത്തിക്കാൻ പറ്റും. നിങ്ങളെ ലൈഫിൽ വിചാരിക്കുന്ന എന്ത് സംഭവങ്ങളും അച്ചീവ് ചെയ്യാനുള്ള പവർ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനുണ്ട്. നമ്മുടെ ഹൃദയത്തിന്റെ ഹാർട്ട് ബീറ്റ് നിയന്ത്രിക്കുന്ന, നമ്മൾ അറിയാത്ത സമയത്ത് നമ്മുടെ ശ്വാസം നിയന്ത്രിക്കുന്ന, നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനങ്ങൾ എത്ര ഫിൽറ്റർ ചെയ്യണം എന്നുള്ളതെല്ലാം എഴുതി വെക്കപ്പെട്ട, കോഡ് ചെയ്യപ്പെട്ട നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ്. ഇതിലേക്ക് നമ്മളുടെ ഈ ബോധതലങ്ങൾ നമ്മൾ എത്തിക്കണം. വിഷൻ ബോർഡ്സ് ഉപയോഗിക്കാം, നിങ്ങൾക്ക് അവയർനെസ് ഉപയോഗിക്കാം, നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം മെഡിറ്റേഷൻസ് ചെയ്യാം. അങ്ങനെ നിങ്ങൾ ഇതിന്റെ അകത്തേക്ക് എത്തിക്കണം. ഓക്കെ, ഇപ്പൊ വീഡിയോ വളരെ കുറച്ചാണ് കാണാറ്. എന്ത് പറ്റി? ഓക്കെ അല്ലെ? ക്ലിയർ അല്ല ഞാൻ പറഞ്ഞ? ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാസ്? ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യണം. നിങ്ങൾ ഈ പറയുന്ന സമയത്ത് മാത്രമല്ല, നമ്മുടെ മനസ്സിൽ ഓരോ മിനിറ്റിലും ഒരുപാട് ചിന്തകൾ വരുന്നുണ്ട് അല്ലേ? നിങ്ങള് തിരക്കുള്ള ഹോട്ടലുകളില്, തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോയി നോക്കിയാൽ അവിടെ ക്ലീനിങ് സ്റ്റാഫുകൾ ഉണ്ട്. അവരെ മാനേജ് ചെയ്യാൻ അവരുടെ മേലെ ഹെഡുകൾ ഉണ്ട്, അതിന്റെ മേലെ സൂപ്പർവൈസേഴ്സ് ഉണ്ട്. ഇത്ര വലിയൊരു സിസ്റ്റം ഉണ്ട്. ഇത്രയധികം ചിന്തകള് ആളുകൾ പലരും വന്ന് പലതും പറഞ്ഞു പോവും. നിന്നെ കൊള്ളില്ല, നീ എന്താ ഇങ്ങനെ ചെയ്തത്, നെഗറ്റിവിറ്റി ഒക്കെ തന്ന് പല ആളുകളും പോകും അല്ലെ? ചില സാഹചര്യങ്ങൾ എത്തുമ്പോൾ നമ്മൾ നെഗറ്റീവ് ആകുന്നു. ഇങ്ങനത്തെ ഒരുപാട് ചിന്തകൾ മനസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡിഷും ഡിഷും കളിച്ചുകൊണ്ടിരിക്കുമ്പോ ഇതൊന്നും ക്ലീൻ ചെയ്യുന്നില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം നമ്മുടെ വീട് ക്ലീൻ ചെയ്തില്ലെങ്കിൽ വീട്ടിൽ എന്തൊക്കെ ഉണ്ടാവും? അതുപോലെ തന്നെ നമ്മുടെ മനസ്സും ചീഞ്ഞ് നാറാൻ തുടങ്ങും, ദുർഗന്ധം വരാൻ തുടങ്ങും നമ്മുടെ മനസ്സിൽ നിന്നും. നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക, അതൊക്കെ ക്ലീൻ ചെയ്യുക. ഓക്കെ, താങ്ക് യു സെലീന. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്നാമത്തേതായിട്ട് നിങ്ങളെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രകാശിപ്പിച്ചു കൊണ്ടേയിരിക്കണം. ക്ലാരിറ്റി വേണം, വിഷൻ ബോർഡ്സ് വേണം. നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി അല്ല, എന്തൊക്കെ ചെയ്യണം എന്നുള്ള ക്ലാരിറ്റി വന്നാൽ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ ചെയ്യണ്ട എന്നുള്ള ക്ലാരിറ്റിയും വരും. അങ്ങനെ വന്നാലേ നിങ്ങൾക്ക് ക്ലാരിറ്റി ആവുള്ളൂ. അല്ലാതെ ഓക്കെ എനിക്കിത് ചെയ്യണം, ക്ലിയറാ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ക്ലാരിറ്റി വരില്ല. അപ്പൊ ഒരു സംഭവം നമ്മൾ ചെയ്യണം എന്ന് ഉറപ്പിച്ചാൽ അവിടെ വേറെ ഒരുപാട് സംഭവങ്ങള്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങള് നമ്മൾ ചെയ്യുന്നില്ല എന്നാണ് നമ്മൾ തീരുമാനിക്കുന്നത് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, നമുക്ക് ഇന്നപ്പോ വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. ക്ലാസ് കാരണം വെറുതെ സമയം കളറില്ല, വായന വീണ്ടും തുടങ്ങി. ഓക്കെ, ഇതുപോലെ എല്ലാവരുടെ ലൈഫിലും നിങ്ങൾക്ക് എന്തെങ്കിലും പോസിറ്റീവ് ആയിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യൂ. ഇതാണ് നമ്മളുടെയും എനർജി, നമുക്ക് ക്ലാസ് നടത്തുന്നതിനുള്ള എനർജി ഇതാണ്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ സ്വയം ഇരിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ മാത്രമല്ല ഈ ബോധ്യങ്ങള്, നിങ്ങളുടെ ഗ്രാറ്റിറ്റ്യൂഡുകൾ വരേണ്ടത് നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ, നിങ്ങളുടെ ബാക്കി കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ ഈ ഗുണങ്ങള് നിങ്ങളുടെ ജീവിതത്തിൽ നിറയണം. ഓക്കെ, അങ്ങനെയെങ്കിൽ നിങ്ങൾ ഈ ക്ലാസ് വന്നത് കൊണ്ട് നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ബെനിഫിറ്റ് ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, താങ്ക് യു ആൾ. നമുക്കപ്പോൾ വൈൻഡപ്പ് ചെയ്യാം.